പ്രിയപ്പെട്ടവരെ, സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ആസ്ഥാനത്തെ ചടങ്ങുകൾ തുടരുകയാണ്. അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഓഫീസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ 7:30 ഒരു പ്രസ് മീറ്റ് റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയെ എങ്ങനെ റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. 91 ബാച്ച് 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥരാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഈ നിയമന കാര്യത്തിലൊക്കെ ഇപ്പോൾ ആദ്യം ഒക്കെ ഒരു ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇന്ന് തന്നെ രാവിലെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവയ്പ് വിവാദമൊക്കെ ഇപ്പം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ P. ജയരാജൻ്റെ പരാമർശമടക്കം നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അതിവേഗത്തിൽ ചുമതല ഏറ്റെടുക്കാൻ റവാഡ ചന്ദ്രശേഖറിന് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഈ ചുമതല ഏറ്റെടുക്കലും ഉണ്ടാകുന്നത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം ഒഴിയുമ്പോൾ പുതിയ മേധാവി അന്നു തന്നെ അധികാരമേൽക്കുന്നതാണ് സാധാരണ പതിവ്. എന്നാൽ നിലവിൽ ഈ റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചുമതല അതല്ലെങ്കിൽ ഇന്നലെ തന്നെ ഈ ഒരു ചുമതല ഏറ്റെടുക്കലൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു. ഈ 3 പേരുടെ ചുരുക്കപ്പട്ടികയായിരുന്നു കേരള DGP സ്ഥാനത്തേക്ക് UPSC നൽകിയത്. അതിലെ 2ാം പേരുകാരനായിരുന്നു നമുക്കറിയാവുന്ന പോലെ റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹത്തിലേക്ക് തന്നെ ഇന്നലെ മന്ത്രിസഭാ യോഗം ആ പേരിലേക്ക് തന്നെ എത്തുകയും അദ്ദേഹം ആകട്ടെ അടുത്ത സംസ്ഥാന പോലീസ് മേധാവി എന്ന് തീരുമാനിക്കുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്നലെ ഉത്തരവുമിറങ്ങി അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത്. അതിൻ്റെ പുഷ്പചക്രമൊക്കെ അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും സല്യൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കാണുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ADGP H. വെങ്കടേഷാണ് രാവിലെ അദ്ദേഹത്തിന് ബാറ്റൺ കൈമാറി അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഓഫീസിനുള്ളിലെ പേപ്പറുകളിലൊക്കെ ഒപ്പിട്ടതിന് ശേഷം താഴെ എത്തി അദ്ദേഹം പുഷ്പചക്രമൊക്കെ അർപ്പിച്ചു. പിന്നീട് വീണ്ടും സല്യൂട്ടൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. റവാഡ ചന്ദ്രശേഖറിന് പുറമെ നിതിൻ അഗർവാളും ഒപ്പം യോഗേഷ് ഗുപ്തയുമായിരുന്നു UPSC നൽകിയ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലുണ്ടായിരുന്ന മറ്റ് 2 പേർ. അതിൽ നിന്നും റവാഡ ചന്ദ്രശേഖറിലേക്ക് എത്തുകയായിരുന്നു ഇന്നലെ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗം. ഈ 3 പേരിനെയും മാറ്റി ഒരു ഇൻചാർജ് DGP മനോജ് എബ്രഹാം അതല്ലെങ്കിൽ MR അജിത് കുമാർ ആ ഒരു രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും പിന്നീട് അങ്ങനെ പോലെ അത് ചില നിയമപ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നൊരു നിയമോപദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ ആ ഒരു നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് UPSC നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിന്ന് തന്നെ റവാഡ ചന്ദ്രശേഖറിലേക്ക്
മന്ത്രിസഭ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് അങ്ങനെ റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ സല്യൂട്ടൊക്കെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നു. 7:30 അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കും. ഇനിയിപ്പോൾ എങ്ങനെയാണ് പുതിയ പോലീസ് മേധാവി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ കഴിയും. 91 ബാച്ചിൽ IPS ഉദ്യോഗസ്ഥനായ ചന്ദ്രശേഖർ ഒരു നയചാതുര്യമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ഈ സംസ്ഥാന പോലീസ് മേധാവി കസേരയിലേക്ക് തിരികെ എത്തിച്ചതും. CPM-ന്റെ ചരിത്രത്തിലെ തന്നെ ഒരു മായാത്ത മുറിവാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. അങ്ങനെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് 1994 നവംബർ 25 ഉത്തരവിട്ടത് അന്ന് കണ്ണൂർ ASP ആയിരുന്ന ഇതേ റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു. ഹൈദരാബാദിൽ നിന്നും സ്ഥലം മാറ്റം കിട്ടി കേരളത്തിലെത്തിയതിൻ്റെ തൊട്ടു പിറ്റേന്നാണ് ഈ ഒരു ഉത്തരവ്, ഈ ഒരു വെടിവെപ്പൊക്കെ ഉണ്ടായത്. അന്ന് 5 DYFI പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാവുന്ന പോലെ പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ CPM-ൽ നിന്നും ഒരു അപശബ്ദം ഉയരാനൊക്കെയുള്ള കാരണമായത്. P. ജയരാജൻ്റെ അടക്കമുള്ള വാക്കുകളൊക്കെ ഇന്നലെ വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ UPSC നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിന്ന് മന്ത്രിസഭാ യോഗം റവാഡ ചന്ദ്രശേഖറിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അനു, ഇപ്പോൾ ചടങ്ങുകളൊക്കെ അവസാനിച്ചോ അതോ ഇനിയും ഉണ്ടോ പോലീസ് ആസ്ഥാനത്തെ ചടങ്ങുകൾ? സേതുലക്ഷ്മി, പോലീസ് ആസ്ഥാനത്തെ പുതിയ മേധാവി ചാർജ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകളൊക്കെ അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം 7 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു. ഇവിടേക്ക് എത്തി ആദ്യം അദ്ദേഹത്തിനെ സഹപ്രവർത്തകർ സ്വീകരിക്കുന്നു. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് S. ശ്രീജിത്ത്, അതുകൂടാതെ ADGP-മാരായ MR അജിത്കുമാർ, അതുകൂടാതെ സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല ഇന്നലെ മുതൽ വഹിച്ചിരുന്ന H. വെങ്കടേഷ് എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം DGP-യുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് H. വെങ്കടേഷ് ബാറ്റൺ കൈമാറി. തുടർന്ന് അദ്ദേഹം ഔദ്യോഗികമായ മറ്റ് പേപ്പർ ജോലികളൊക്കെ പൂർത്തിയാക്കി. തുടർന്ന് താഴേക്ക് എത്തിയ അദ്ദേഹം പോലീസിന്റെ ധീര സ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S. ശ്രീജിത്തിനൊപ്പം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു. അതിനുശേഷം സല്യൂട്ട് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുകയാണ്. ഈ ഔദ്യോഗികമായ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് അല്പസമയത്തിനകം അദ്ദേഹം 7:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സേതു പറഞ്ഞതുപോലെ ഇന്നലെ രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെ 1994 കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് CPIM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങി എന്ന് തന്നെ പറയാം. അതോടുകൂടിയാണ് 3 ദിവസത്തെ സാവകാശമാണ് നേരത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഡൽഹിയിൽ IB-യുടെ സ്പെഷ്യൽ ഡയറക്ടറായ അദ്ദേഹത്തിന് റിലീവ് ചെയ്ത് വരുന്നതിന് 3 ദിവസത്തെ സാവകാശം അദ്ദേഹം ചോദിച്ചിരുന്നെങ്കിലും ഇന്നലെ ഉച്ചയോടുകൂടി അത് പാടില്ല, വേഗത്തിൽ നാളെ തന്നെ വന്ന് ചാർജ് എടുക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചു. ഇതോടുകൂടിയാണ് വളരെ വേഗത്തിൽ ഇന്ന് പുലർച്ചെ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുന്നു. ഇനിയിപ്പം 7:30 അനു പറഞ്ഞനുസരിച്ച് 7:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ മുറയ്ക്ക് നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എത്താം.